everyone, welcome to LK Group of Educational Services. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി കണ്ടു, റൈറ്റ് ടു ഫ്രീഡം കണ്ടു, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് കണ്ടു. അങ്ങനെ നമ്മൾ ഓൾറെഡി 5 ഫണ്ടമെന്റൽ റൈറ്റ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനൽ ഫണ്ടമെന്റൽ റൈറ്റ്, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഹാർട്ടായിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എന്താണെന്നല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സോ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൺക്ലൂസീവ് പാർട്ടിലേക്ക് വരികയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ. The right to constitutional remedies give the citizen the right to approach the Supreme Court or the High Court to implement the fundamental rights. നമ്മളൊരു ട്രയൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു കോർട്ട് പ്രൊസീഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു റിഡ്രസൽ വരികയാണ്. ഇപ്പോൾ ഒരു ക്രിമിനൽ ആക്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഇൻസിഡന്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ക്രിമിനൽ കോർട്ട്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അത് തന്നെ ഒരു സിവിൽ മാറ്റർ ആണെങ്കിൽ അതൊരു സിവിൽ കോർട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഫാമിലി ആണെങ്കിൽ ഫാമിലി, ഇനി അതേപോലെ തന്നെ NDPS കേസുകളാണെങ്കിൽ അതിനായിട്ടുള്ള സ്പെസിഫിക് ഡിസ്ട്രിക്ട് കോർട്ട്സ്, അങ്ങനെ ഓരോ ഇതുകൾക്ക് ഓരോ സെഗ്രിഗേഷനും ഓരോ കോർട്ട്സ് നമ്മുടെ ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റമിൽ എല്ലാത്തിനും ഒരു സ്കെയിലുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട് എങ്ങനെ നമ്മൾ കോർട്ടിനെ അപ്രോച്ച് ചെയ്യണമെന്ന്. അതായത് ഇപ്പോൾ ഒരു സിവിൽ കേസിൽ നമുക്ക് റിഡ്രസൽ റിഗാർഡിങ് ഇപ്പോൾ ഒരു ട്രെസ്പാസോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഇഷ്യൂ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരിക്കലും ഹൈക്കോർട്ടിലേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ പ്രോപ്പർട്ടി അതേപോലെ പ്രോപ്പർട്ടിയുടെ ഇതൊക്കെ വെച്ച് നമുക്കൊരു മുൻസിഫ് കോടതിയിൽ ഫയൽ ചെയ്ത് പിന്നീട് അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇൻ കേസ് അതിന് നമുക്ക് അതായത് അതിന് കിട്ടിയിരിക്കുന്ന ഒരു റിഡ്രസൽ അല്ലെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന ഒരു നമ്മൾ ഓക്കെ അല്ലെങ്കിൽ അതിന്റെ ജഡ്ജ്മെന്റ് ആയിട്ട് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അപ്പീൽ പോവാം. എങ്ങോട്ട്? ഡയറക്റ്റ് ഹൈക്കോർട്ടാണോ? അല്ല, അതിന് ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് ഹൈക്കോർട്ടിലേക്ക് പോവാം. ഇനി ഹൈക്കോർട്ടും നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് പോവാം. പിന്നെ സുപ്രീം കോർട്ടിൽ തന്നെ നമുക്കറിയാം നമ്മൾ 5 അംഗ ബെഞ്ച് 8 അംഗ ബെഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഡിഫറെന്റ് പാനൽസ് ഓഫ് ജഡ്ജസും മാറ്റർ കേൾക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇതിനൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഓരോ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സെഗ്രിഗേറ്റിംഗ് ഓർഡേഴ്സിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ ഈ ക്രോണോളജിക്കലി നമ്മൾ കോടതിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അണ്ടറിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി പ്രകാരം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്റ്റേറ്റ് വൈസ് നമുക്ക് ഹൈക്കോർട്ടിലേക്കും ഇൻ ഓൾ കൺട്രി വൈസ് നമുക്ക് സുപ്രീം കോർട്ടിലേക്കും ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എപെക്സ് കോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. ഏത് മാറ്റർ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ വരുമ്പോൾ മാത്രമാണ് കേട്ടോ നമുക്ക് ഹൈക്കോർട്ടിലേക്കോ സുപ്രീം കോർട്ടിലേക്കോ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. ബാക്കി എല്ലാത്തിനും നമുക്ക് ആ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. So, the court can issue orders to the government to implement the rights. The right to constitutional remedies is given by Article 32 to 35 of the Constitution. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിൽ തന്നെ റിറ്റ് എന്ന് പറഞ്ഞൊരു ഫോർമേഷൻ തന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു ഓർഡർ പാസ് ചെയ്തു, അത് നമ്മൾ സിറ്റിസൺസ് എന്ന നിലയിൽ നമുക്കത് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ അപ്രോച്ച് ചെയ്യാം. ഈ നമ്മൾ കോർട്ട്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇന്ന കൊണ്ടുവന്നിരിക്കുന്ന ഇന്ന റൈറ്റ് എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഇന്ന കൊണ്ടുവന്നിരിക്കുന്ന ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ലെജിസ്ലേഷൻ എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു ലെജിസ്ലേഷൻ ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ കോടതിയോട് അല്ലെങ്കിൽ ഹൈക്കോർട്ടിനോട് സുപ്രീം കോർട്ടിനോട് പ്ലീഡ് ചെയ്യുമ്പോൾ അതിന് റീസണബിൾ കോസ്റ്റ് ഉണ്ടെന്ന് നമ്മുടെ കോടതിക്ക് തോന്നുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? നമ്മുടെ കോടതി ഗവൺമെന്റിന് ഓർഡർ കൊടുക്കും. ഈ പറഞ്ഞിരിക്കുന്ന ലെജിസ്ലേഷൻ ഇങ്ങനെ സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടു, സോ റീചെക്ക് ഇറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇറ്റ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡേഴ്സ് നമ്മുടെ കോടതി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഏത് ആർട്ടിക്കിൾ തൊട്ട് ഏത് ആർട്ടിക്കിൾ വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അണ്ടറിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത്? ആർട്ടിക്കിൾ 32 to 35 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. റിറ്റ്സ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ വാക്ക് റിറ്റ്സ്. അതായത് നമുക്ക് നമ്മുടെ ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ റിറ്റ്സിന് ഓരോ മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ റിറ്റ്സിന് ഓരോ റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ റൂൾസ് അവർ സ്പെസിഫിക് ആയിട്ട്, അതായത് ചിലപ്പോൾ ചില റിറ്റ്സുകൾ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം കേരളത്തിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കേസൊക്കെ റിറ്റ്സിന് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഈ റിറ്റ്സ് എന്ന് പറയുന്നത് റെമഡിയാണ്. അതായത് നമുക്ക് നമ്മുടെ ഹൈക്കോർട്ടിനെ സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ ഈ റിറ്റ്സ്
പ്രകാരം, ഈ 5 റിറ്റ്സ് പ്രകാരം നമുക്ക് ഡയറക്ട്ലി കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഈ റിറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു റിഡ്രോസൽ ഫോം ആയിട്ടാണ്. ഇന്ന കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളിൽ എന്തെങ്കിലും, അതായത് നിങ്ങളുടെ റിഡ്രോസൽ ഈ 5 തന്നിരിക്കുന്ന റിറ്റ്സിൽ ഏതെങ്കിലും ആണെങ്കിൽ ആ റിറ്റ്സ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോർട്ടിലേക്ക് മൂവ് ചെയ്യാം. അതിനാണ് നമുക്ക് ഈ റിറ്റ്സ് തന്നിരിക്കുന്നത്. Article 32. According to this article, the courts can grant 5 type of writs. അപ്പോൾ കോടതികൾക്ക്, അതായത് നമ്മളിപ്പോൾ കോർട്ട്, അതായത് ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കോർട്ട് തരുന്ന, അതായത് നമുക്കൊരു 5 ബൂംസ് എന്നോ അല്ലെങ്കിൽ എന്താ പറയുക വരങ്ങളൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം. 5 വരങ്ങൾ പോലെയാണ് 5 റിറ്റ്സ്. ഈ 5 റിറ്റ്സിന്റെ റിഡ്രോസലാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പം നമ്മുടെ കോർട്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന 5 റിറ്റ്സിന്റെ പേരുകൾ എന്തൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ഇത് മിക്കതും ലാറ്റിൻ ടേംസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ട്ലി ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, quo warranto, prohibition ആൻഡ് certiorari. ഇതാണ് നമ്മുടെ 5 റിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ കോർപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കത്തും എവിടെയെങ്കിലുമൊക്കെ. കോർപ്പസ് എന്ന് പറഞ്ഞാൽ ബോഡി എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഹേബിയസ് കോർപ്പസ്. quo warrantoയിൽ വാറന്റോ എന്ന് പറഞ്ഞ വേർഡൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും, വാറന്റ് എന്നൊക്കെ ഉള്ളത്. പ്രൊഹിബിറ്റ് ഒരാളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന പ്രൊഹിബിറ്റോ അല്ലെങ്കിൽ പ്രൊഹിബിഷൻ എന്ന് പറയും. സെറിഷ്യോററി ഇതൊക്കെ ഈ ടേംസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ന്യൂ ആയിരിക്കും. എന്തായാലും നമ്മൾ ഈ ഓരോ റിറ്റ്സിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഈച്ച് ഓഫ് ദിസ് റിറ്റ്സ് ഇസ് എക്സ്പ്ലെയിൻ ബിലോ. ഫസ്റ്റ് വൺ, ഹേബിയസ് കോർപ്പസ്. നിങ്ങൾ ഈശ്വര വാര്യർ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു പേരായിരിക്കും, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു റിറ്റ് ആയിരിക്കും. കാരണം എമർജൻസി പീരീഡിൽ കാണാതായ സ്വന്തം മകന് വേണ്ടിയിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരുന്നു ഈശ്വര വാര്യർ എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. പലർക്കും ഈ കേസിനെ കുറിച്ച് അറിയാമായിരിക്കും. ഒരു കോൺട്രവേഴ്ഷ്യൽ കേസായിരുന്നു എമർജൻസി പീരീഡിൽ. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്, അത് സ്വന്തം മകനെ കാണാനില്ല, കോളേജിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, പക്ഷേ പിന്നീട് ആ വ്യക്തിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അപ്പോൾ അച്ഛൻ എന്നുള്ള നിലയിൽ അച്ഛൻ പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങി, അവരൊന്നും പറയുന്ന ഇങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. രാജൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. മകനായിട്ടുള്ള രാജനെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെയായിരുന്നു. അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് തന്നെ വേറെ റെമഡീസ് ഒന്നും ഈ പറഞ്ഞ ടീച്ചറിന് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈശ്വര വാര്യർ എന്ന് പറഞ്ഞ സാറിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ആള് ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തു. ഒരു രീതിയിലും ഒരു റെമഡിയും ഇല്ല എന്ന് കണ്ടപ്പോൾ ആൾ എന്ത് ചെയ്തു? ഹൈക്കോർട്ടിൽ അപ്രോച്ച് ചെയ്തിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ഈ ഹേബിയസ് കോർപ്പസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണാനില്ല, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല, ആ വ്യക്തി എവിടെ പോയിന്നോ എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു രീതിയിലുമുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോടതിനെ അപ്രോച്ച് ചെയ്യും. ഈ ഹേബിയസ് കോർപ്പസ് നമ്മൾ ഫയൽ ചെയ്താൽ കോടതി എന്താണ് ചെയ്യുക? ഇപ്പോൾ ഈശ്വര വാര്യന്റെ കേസ് എടുക്കുമ്പോൾ ഹേബിയസ് കോർപ്പസ് ഈശ്വര വാര്യർ ഫയൽ ചെയ്തപ്പോൾ ഹേബിയസ് കോർപ്പസ് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയുടെ അണ്ടറിലെ ഹേബിയസ് കോർപ്പസ് പ്രകാരം ഹൈക്കോർട്ട് എന്ത് ചെയ്യും? പോലീസ് എന്തായാലും ഗവൺമെന്റ് അണ്ടറിലുള്ള ഒരു ബോഡിയാണ്. ഈ ബോഡിക്ക് ഓർഡർ കൊടുക്കും. എന്തിനുള്ള ഓർഡർ? ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി, രാജൻ എന്ന് പറഞ്ഞ വ്യക്തിനെ എവിടെയാണെങ്കിലും, അതായത് പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ അവിടെ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഏതൊരു ഭാഗത്ത് നിന്ന് ഇപ്പൊ അയാൾ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ പോലും, അബ്സ്കോണ്ടഡ് ആണെങ്കിൽ പോലും, ആ വ്യക്തിയെ കണ്ടുപിടിച്ച് കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ദ ബോഡി അല്ലെങ്കിൽ പ്രസന്റ് ദ പേഴ്സൺ എന്ന് പറയുന്ന റിറ്റ് ആണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഒരു വ്യക്തിയെ കാണാതായാൽ, ഒരു വ്യക്തിയെ ഒരു രീതിയിലും നമുക്ക് ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ നമുക്കൊരു റിഡ്രസൽ എന്നുള്ള രീതിയിൽ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുള്ള രീതിയിൽ ആദ്യത്തെ റിറ്റ് ആയിട്ടുള്ള ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ കോടതിയുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ള ഓർഡർ കൊടുക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ്. ഈ അടുത്ത് പോലും കൊല്ലത്തുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ്, അതായത് 2 ക്വേ കപ്പിൾസിൽ ഒരു പെൺകുട്ടിയെ വീട്ടുകാർ തടങ്കിൽ വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പാർട്ട്ണർ ഫയൽ ചെയ്തിരുന്നു ഹേബിയസ് കോർപ്പസ്. ആ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ, കൺസെന്റ് ഇല്ലാതെ വീട്ടുകാര് അടച്ചുപൂട്ടി വെച്ചേക്കാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? കോടതി അങ്ങനെ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ പോലീസ് ഇടപെടേണ്ടി വരും. പോലീസ് ആ ഫാമിലിയെ അപ്രോച്ച് ചെയ്ത് ആ കുട്ടീനെ നമ്മുടെ കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടി വരും. അതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഈ 2 ഇൻസിഡൻസ് വെച്ചിട്ട് നമുക്ക് ഈ റിറ്റ് ഓർത്തു വെക്കാൻ പറ്റും. The Latin meaning of the word habeas corpus is to have the body of. Habeas corpus ന്റെ ലാറ്റിൻ വേർഡ് ആണ് habeas corpus. അതിന്റെ മീനിങ് എന്താണ്? ടു ഹാവ് ദ ബോഡി ഓഫ്. അതായത് ബോഡി എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി അല്ല, ബോഡി ആസ് ഇൻ പേഴ്സൺ, ഒരു പേഴ്സണെ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ മീനിങ്.
This writ is used to enforce the fundamental right of individual liberty against unlawful detention. നമുക്കറിയാം നമ്മുടെ വേറൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ത്, ലിബർട്ടി എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രിയാമ്പിളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ലിബർട്ടി ആണ്, അയാൾക്ക് ഫ്രീ മൂവ്മെന്റ് ആണെങ്കിലും ഫ്രീ ചോയ്സസ് ആണെങ്കിലും എടുക്കാനുള്ള ഒരു ലിബർട്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളെ ഡീറ്റെയിൻ ചെയ്ത് വെക്കുമ്പോൾ അവരുടെ ലിബർട്ടി ആണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ലിബർട്ടി, ഒരു ഇൻഡിവിജ്വലിന്റെ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ അൺലോഫുൾ ആയിട്ട് ഡീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തടങ്കിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവന്ന് കോടതിയുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നതാണ് ഹേബിയസ് കോർപ്പസ്. Through habeas corpus, Supreme Court or High Court orders one person who has arrested another person to bring the body of the latter before the court. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ, അതായത് ഇപ്പോൾ ഡീറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ അബ്ഡക്ഷനോ അല്ലെങ്കിൽ നമുക്ക് കിഡ്നാപ്പിംഗോ ഒക്കെ പറയാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി, അതായത് പോലീസ് ആണെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഫോഴ്സ് ആണെങ്കിൽ ആ ഫോഴ്സ് ആ വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണം എന്ന് പറയുന്നതാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തതാണ് മാൻഡമസ്, സെക്കൻഡ് റിറ്റ്. Mandamus. The literal meaning of this writ is we command. Mandamus, command. ഈ command ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് അത് രണ്ടും മീനിങ്സ് കണക്ട് ചെയ്യാൻ പറ്റും. The literal meaning of this writ is we command. We command എന്നാണ്. അതായത് കോടതി എന്ത് ചെയ്യാണ്? കമാൻഡ് ചെയ്യാണ്. എന്തിനോട്? ആരോട്? നോക്കാം. This writ is issued by the court to order the public official who has failed to perform his duty or refused to do his duty to resume his work. അതായത് ഇപ്പൊ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോവാണ്, ആ വ്യക്തി ഇപ്പൊ നിങ്ങളൊരു പേപ്പർ വർക്കിന് വേണ്ടി പോയി, ആ പേപ്പർ വർക്ക് അവർ ചെയ്യില്ല എന്ന് പറഞ്ഞു, കട്ടൗട്ട് ആയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാൻഡമസ് കോടതിയിൽ ഒന്നില്ലെങ്കിൽ ഹൈക്കോർട്ടിൽ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ കൊണ്ട് ഫയൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കോടതി എന്ത് ചെയ്യും? ആ ഒഫീഷ്യലിനോട്, ആ പബ്ലിക് ഒഫീഷ്യലിനോട്, പ്രൈവറ്റ് പേഴ്സണോട് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ആ പബ്ലിക് ഒഫീഷ്യലിനോട് എന്ത് പറയും? ഒരു കമാൻഡ് പുറപ്പെടുവിക്കും നമ്മുടെ കോടതി. എന്ത് പറയും? എന്ത് ഡ്യൂട്ടിയാണോ നിങ്ങൾ ഫെയിൽ ആയത്, പെർഫോം ചെയ്യാൻ എന്ത് ഡ്യൂട്ടിയാണോ ഫെയിൽ ആയത് അത് ഉടൻ തന്നെ ചെയ്യണം. എന്താണോ നിങ്ങൾ റിഫ്രെയിൻ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞത് അത് ഉടനെ തന്നെ ചെയ്യണം എന്ന് കോടതി കൊടുക്കുന്ന കമാൻഡാണ് മാൻഡമസ്. അപ്പോൾ court orders ആരോട്? public official who has failed to perform his duty or refused to do his duty to resume his work. Beside public officials, mandamus can be issued against any public body, a corporation, an inferior court, a tribunal or government for the same purpose. Public official മാത്രമല്ല മാൻഡമസ് നിൽക്കുന്നത്. മാൻഡമസ് നമുക്ക് പബ്ലിക് ഒഫീഷ്യലിന് മാത്രമല്ല, നമുക്ക് പബ്ലിക് ബോഡിയുടെ അടുത്തോ ഒരു കോർപ്പറേഷൻ ബോഡിയുടെ അടുത്തോ ഒരു ഇൻഫീരിയർ കോടതിയുടെ അടുത്തോ ഒരു ട്രിബ്യൂണലിന്റെ അടുത്തോ പറയാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ബോഡിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെഫ്യൂസൽ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അണ്ടറിൽ മാൻഡമസ് ഫയൽ ചെയ്യാം. അപ്പൊ മാൻഡമസ് ഫയൽ ചെയ്യുമ്പോൾ കോടതി എന്ത് ചെയ്യും? കമാൻഡ് ചെയ്യും. എന്ത് ഡ്യൂട്ടിയാണോ നിങ്ങൾ റിഫ്രെയിൻ ചെയ്യുന്നതിൽ നിന്ന് ആ ഡ്യൂട്ടി നിങ്ങൾ എന്തായാലും ഉടനെ തന്നെ ഫുൾഫിൽ ചെയ്യണം എന്ന് കൊടുക്കുന്ന ഓർഡറാണ് മാൻഡമസ്. തേർഡ് വൺ ഇസ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്യാവുന്നതാണ്, പക്ഷെ നമുക്ക് നോക്കാം എന്താണ് ലോഫുള്ളി അത് പറയുന്നതെന്ന്. The literal meaning of prohibition is to forbid. പ്രൊഹിബിഷന്റെ ഒറിജിനൽ മീനിങ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്, ടു ഫോർബിഡ്. അതായത് ഒരു കാര്യം ചെയ്യരുത്, ചെയ്തുകൂടാ എന്ന് പറയുന്നതാണ് പ്രൊഹിബിഷൻ. A court that is higher in position issues a prohibition writ against a court that is lower in position to prevent the latter from exceeding its jurisdiction or surpassing a jurisdiction that does not possess. It directs inactivity. അതായത് ഇതൊരു പബ്ലിക് ഒഫീഷ്യലോ അല്ലെങ്കിൽ വ്യക്തിയോടോ അല്ല, പക്ഷെ ഇതെന്താണ്? ഇത് ലോവർ കോർട്ട്, ഒരു ഹയർ കോർട്ട് ലോവർ കോർട്ടിനോട് പറയാണ് ഇത് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പവറിലുള്ള കാര്യമല്ല, ഈ കേസിൽ നിങ്ങൾക്ക് ഈ കേസ് കേൾക്കാനോ ഈ കേസ് എടുക്കാനോ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. സോ നിങ്ങൾ നിങ്ങൾ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രൊഹിബിറ്റ് ചെയ്യണം. അതായത് ഒരു ഹയർ കോർട്ട് ലോവർ കോർട്ടിന് കൊടുക്കുന്ന ഒരു ഓർഡറാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഹിബിഷൻ.
അതെന്തിനാണ്? ഒരു ലോവർ കോർട്ട് അതിന്റെ, അതായത് ഓരോ കോടതികൾക്ക് ഓരോ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ചില സിവിൽ മാറ്റേഴ്സിൽ 3 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം അല്ലെങ്കിൽ 50,000 രൂപ ഇങ്ങനെയൊക്കെ പറയുന്ന സർട്ടൻ അമൗണ്ട്സിൽ ഓരോരുത്തരുടെ പവർ അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുൻസിഫ് കോർട്ട്, ഒരു മജിസ്ട്രേറ്റ് കോർട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ക്രൈംസ്, അതായത് തെഫ്റ്റ് അങ്ങനത്തെയൊക്കെ ചെറിയ ക്രൈംസുകളാണ് മജിസ്ട്രേറ്റ് കോർട്ടുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ചെക്കിന്റെ കേസുകൾ അങ്ങനത്തെയൊക്കെ. അത് തന്നെ സെഷൻ കോടതി വരുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു മർഡർ, റേപ്പ്, അതേപോലെ ലൈഫ് ഇംപ്രിസൺമെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കാൻ പറ്റുന്ന കേസുകൾ സെഷൻ കോടതികൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇൻ കേസ് ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സെഷൻ കോടതി തൊട്ടാണ്. സെഷൻ കോടതി, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്. മജിസ്ട്രേറ്റ് കോർട്ടിന് ആ പവർ ഇല്ല. പക്ഷെ ഒരു മജിസ്ട്രേറ്റ് കോർട്ട് ഒരു മർഡറിന്റെ കേസ്, ഈവൻ ദോ മർഡറിന്റെ കേസ് മജിസ്ട്രേറ്റ് കോർട്ടിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല, സെഷൻ കോടതിക്ക് ഡയറക്ട്ലി അത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ പോലും മജിസ്ട്രേറ്റ് കോർട്ടിൽ അത് ഫയൽ ചെയ്യപ്പെടുന്നു. എന്നിട്ട് ഈ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാണ്? ഒരു ഡെത്ത് പെനാൽറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജൂറിസ്ഡിക്ഷൻ നോക്കുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് അത് ചെയ്തുകൂടാ, കാരണം അവരുടെ പവറിൽ വരുന്നതല്ല, അവരുടെ ജൂറിസ്ഡിക്ഷണറി പവറിൽ അത് വരുന്ന കാര്യമല്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വന്നാൽ ആ റിഡ്രസൽ പേഴ്സൺ, ആ അക്യൂസ്ഡ് കോടതിയിൽ ഹൈക്കോർട്ടിൽ പോയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി, ആർട്ടിക്കിൾ 32 അണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയിൽ പ്രൊഹിബിഷൻ ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടും? ഈ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഈ മജിസ്ട്രേറ്റ് പറഞ്ഞ വിധി സ്ക്വാഷ് ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾക്ക് അത് ജൂറിസ്ഡിക്ഷന് പവർ ഇല്ല. സോ അക്കോർഡിംഗ് ടു പ്രൊഹിബിഷൻ നിങ്ങൾ എന്ത് ഓർഡർ ആണോ പാസ് ചെയ്തിരിക്കുന്നത് അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു, ആ ഓർഡർ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന റിറ്റാണ് പ്രൊഹിബിഷൻ. നെക്സ്റ്റ് വൺ ഇസ് certiorari. The literal meaning of the writ of certiorari is to be certified. Certiorari, certi. നമ്മളിപ്പോൾ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ certiorari എന്ന് പ്രൊനൗൺസ് ചെയ്താൽ പോലും ഇവിടെയും certi ഉണ്ട്, അവിടെയും certi ഉണ്ട്. അപ്പോൾ certified. Certiorari എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡ് ആണ്, അതിന്റെ മീനിങ് ആണ് to be certified or to be informed. This writ is issued by a court higher in authority to a lower court or tribunal, ordering them either to transfer a case pending with them to itself or quash their order in a case. It is issued on the ground of an excess of jurisdiction or lack of jurisdiction or error of law. It not only prevents but also cures for the mistake in the judiciary. സെറിഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ്. അതായത് ഇപ്പോൾ ഒരു ലോവർ കോർട്ട് എന്തെങ്കിലും ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്, ആ വിധി എന്ന് പറയുന്നത് ചിലപ്പോൾ ജൂറിസ്ഡിക്ഷണറി പവറിലുള്ള ഒരു വിധി ആയിരിക്കില്ല അവർ പുറപ്പെടുവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ലോ തെറ്റായിട്ടൊരു ലോ ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ കാരണം ലോവർ കോടതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിധിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഹയർ കോർട്ട് എന്ത് പറയും? നിങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി നിങ്ങൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ ഇത് നിങ്ങൾ സർട്ടിഫൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ എന്ത് ചെയ്യും? ഹയർ കോർട്ട് ആ ലോവർ കോർട്ട് വിട്ടിരുന്ന കേസ് ഹയർ കോർട്ട് എടുത്തിട്ട് അവരത് റിവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് അവർ നോക്കും അതിൽ എന്തായിരുന്നു മിസ്റ്റേക്സ്, മേ ബി ജൂറിസ്ഡിക്ഷണലി പവർ എക്സീഡ് ചെയ്തോ, അല്ലെങ്കിൽ അവർ പുറപ്പെടുവിച്ച വിധിയിൽ എന്തെങ്കിലും ലീഗൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റായിട്ട് വന്നോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോവർ കോർട്ടിനോട് സർട്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറയുന്ന ഒരു റിറ്റാണ് സെറിഷ്യോററി. അപ്പോൾ സെറിഷ്യോററി എന്ന് പറയുന്നത് ഹയർ കോർട്ട് ലോവർ കോർട്ടിനോട് ഓർഡർ ചെയ്യാണ് എന്ത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഹാൻഡിൽ ചെയ്യുന്ന കേസ് ട്രാൻസ്ഫർ ചെയ്യൂ, ലോവർ കോർട്ടിനോട് ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കേസ് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്, കുറേ നാളായിട്ട് അതിന് ഒരു തരം മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഹയർ കോർട്ട്, ഇപ്പം നമ്മൾ സെറിഷ്യോററി ഹയർ കോർട്ടിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഹയർ കോർട്ട് എന്ത് ചെയ്യും? ലോവർ കോർട്ടിനോട് ആ കേസ് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറയും. അപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള കേസ് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സസ് ആയിട്ട് ജൂറിസ്ഡിക്ഷണറി പവർ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഓർഡർ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്തെങ്കിലും വെരിഫിക്കേഷൻ ചെയ്യാൻ, അതിനൊക്കെ എന്താണ് ഹയർ കോർട്ട് കൊടുക്കുന്ന ഓർഡറാണ് സെറിഷ്യോററി. ആർക്ക്? ലോവർ കോർട്ടിന്. ലോവർ കോർട്ടായിരിക്കും, ട്രിബ്യൂണൽ ആയിരിക്കും, അങ്ങനത്തെ ജുഡീഷ്യറി ബോഡി ആയിരിക്കാം. Quo warranto. The literal meaning of the writ quo warranto is by what authority or warrant. Quo warranto. Quo what? എന്താണ് നിങ്ങളുടെ അതോറിറ്റി, എന്ത് റീസണിലാണ് നിങ്ങൾ അത് ഹോൾഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതാണ് quo warranto. What is your authority? The literal meaning of the writ quo warranto is by what authority or warrant. Supreme Court or High Court issue this writ to prevent illegal usurpation of public office by a person. Through this writ, the court inquires into the legality of a claim of a person to public office.
അപ്പോൾ ഒരു വ്യക്തി അവർക്ക്, അതായത് ഇപ്പോൾ ചില ആൾക്കാർ നമുക്കറിയാം അനധികൃതമായിട്ടൊക്കെ ചില പോസ്റ്റുകളിൽ ഇരിക്കുന്നുണ്ടാവും. അവർ ചിലപ്പോൾ PSC വഴിയോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോം ഓഫ് ഇതിലായിരിക്കില്ല അവരെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെയൊക്കെ രീതികളിൽ ഒരു വ്യക്തി ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലും ഒരു ഇല്ലീഗാലിറ്റി തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് കോ വാറണ്ടോ നമ്മുടെ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ഫയൽ ചെയ്യാം. ഈ കോ വാറണ്ടോ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് ചോദിക്കും, വാട്ട് ഈസ് യുവർ അതോറിറ്റി, എന്താണ് നിങ്ങളുടെ പവർ, വൈ ആർ യു ഹോൾഡിംഗ് ദാറ്റ് ഓഫീസ്, നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് അത് ഹോൾഡ് ചെയ്യാൻ, എങ്ങനെ നിങ്ങൾ ഈ പൊസിഷനിലേക്ക് വന്നു, ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും റൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കോടതിക്ക് ചോദിക്കാൻ പറ്റുന്ന റിട്ടാണ് കോ വാറണ്ടോ. അപ്പോൾ ഒരു പബ്ലിക് ഒഫീഷ്യൽ ഒരു പബ്ലിക് ഓഫീസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരുടെ അതോറിറ്റി എന്താണെന്ന് ഹൈക്കോർട്ടിനോ സുപ്രീം കോർട്ടിനോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന റിട്ടാണ് കോ വാറണ്ടോ. സോ ഈ പറഞ്ഞിരിക്കുന്ന റിട്സ് ആണ് നമ്മൾ എന്താണ് ആർട്ടിക്കിൾ 32 നമുക്ക് തന്നിരിക്കുന്ന റെമഡി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്തത്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെറിഷ്യോററി ആൻഡ് കോ വാറണ്ടോ. ഈ പറഞ്ഞിരിക്കുന്ന 5 റിറ്റാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആയിട്ട് നമ്മുടെ ആർട്ടിക്കിൾ 32 പ്രൊവൈഡ് ചെയ്യുന്നത്. Article 33. This article gives power to the Parliament to restrict or revoke or remove the fundamental right of the member of the armed forces, parliamentary forces, police forces, intelligence agencies and analog forces. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ആർട്ടിക്കിൾ 32ന്റെ അണ്ടറിലാണ് നമ്മൾ ഈ റിറ്റ്സ് ഒക്കെ കണ്ടത്. ആർട്ടിക്കിൾ 33 എന്താണ്? ആർട്ടിക്കിൾ 33 എന്ന് പറയുന്നത് പാർലമെന്റ് പവർ കൊടുക്കുന്നതാണ്. എന്തിനൊക്കെ? റിവോക്ക് ചെയ്യാനോ റെസ്ട്രിക്റ്റ് ചെയ്യാനോ. അതായത് മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സസ്, നമുക്കറിയാം ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ ബോഡിയാണെന്ന്, അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ ആംഡ് ഫോഴ്സസോ പാർലമെന്ററി ഫോഴ്സസോ പോലീസ് ഫോഴ്സസോ ഇന്റലിജന്റ് ഏജൻസീസോ ഈ പറഞ്ഞിരിക്കുന്ന ഫോഴ്സുകളുടെ പവർ റിവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാനോ പാർലമെന്റിന് കൊടുക്കുന്ന പവറാണ് ആർട്ടിക്കിൾ 33. Article 34. According to this article, the fundamental right can be restricted when martial law or military rule is implemented. അതായത് നമുക്കറിയാം ഇപ്പൊ എമർജൻസി ഒക്കെ ആകുമ്പോൾ മാർഷ്യൽ റൂളാണ് അല്ലെങ്കിൽ മാർഷ്യൽ ലോ ആണ് അല്ലെങ്കിൽ മിലിറ്ററി റൂളാണ് ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡിക്ലെയർ ചെയ്യുക. ആ ബോഡി ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 34 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 34 പറയുന്നത് മാർഷ്യൽ ലോ, അതായത് മാർഷ്യൽ ലോ നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ എല്ലാവരുടെയും ഫണ്ടമെന്റൽ റൈറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. ആ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 34. Article 35. This article provides authority to the Parliament to make laws on fundamental right. പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സിന് കണക്റ്റഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പവറാണ് ആർട്ടിക്കിൾ 35. ഇനി കുറച്ച് സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ്സുകളായിട്ട്. What type of writ is not issued under the Indian Constitution? ഈ പറഞ്ഞിരിക്കുന്ന റിറ്റ്സിൽ ഏത് റിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തത്? ഇൻജങ്ഷൻ, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെറിഷ്യോററി. നമുക്ക് ഓൾറെഡി അറിയാം ഈ 3 റിറ്റ്സ് ആണ്. ഇൻജങ്ഷൻ എന്ന് പറയുന്ന ഒരു റെമഡിയാണ് നമ്മുടെ, അല്ലെങ്കിൽ റിഡ്രസൽ റെമഡിയാണ് നമ്മുടെ കോടതി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻജങ്ഷൻ ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. Second one, which of the following writ is challenged to the legality of prisoner's detention? ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രിസണറിനെ ഡിറ്റെയിൻ ചെയ്യുന്ന ലീഗാലിറ്റി അല്ലെങ്കിൽ ആ പ്രൊവിഷന്റെ ലീഗാലിറ്റി, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെതിരെയായിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന റിറ്റ് ഏതാണ്? ഓപ്ഷൻ എ മാൻഡമസ്, ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ, ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ഡി കോ വാറണ്ടോ. നമുക്കറിയാം ഹേബിയസ് കോർപ്പസ് ആണ്. Out of the following rights, which right guarantee that the fundamental right is given to every citizen of the country? ഈ പറഞ്ഞിരിക്കുന്ന, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ വ്യക്തികൾക്കും കിട്ടുന്നുണ്ട്, എല്ലാ സിറ്റിസൺസിനും കിട്ടുന്നുണ്ട് എന്നല്ലെങ്കിൽ ആ സിറ്റിസൺസിന് കൊടുത്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊവിഷൻ ഏതാണ്? ഓപ്ഷൻ എ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഏതാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ റൈറ്റ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. Which of the following statement regarding what the Supreme Court cannot do under Article 32 of the Indian Constitution are found to be correct? ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ്, അതായത് സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32ന്റെ അണ്ടറിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതിലേതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? First one, Supreme Court will not give declaration which will not serve any useful purpose to the petitioner. തെറ്റാണോ അത്? ശരിയല്ലേ? കാരണം സുപ്രീം കോർട്ടിന്, അതായത് ഒരു രീതിയിലും പെറ്റീഷണർ റിഡ്രസൽ കൊടുക്കില്ല അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ല എന്ന് കാണുന്ന ഒരു കാര്യം ഒരിക്കലും സുപ്രീം കോടതി വിധി കൊടുക്കില്ല. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അതിൽ തെറ്റൊന്നുമില്ല. Second one,
The Supreme Court will not issue damage which are available only in suit. സുപ്രീം കോടതി ഒരു ഡാമേജും, അതായത് സ്യൂട്ടിൽ കൂടെ കിട്ടുന്ന ഒരു ഡാമേജും, സ്യൂട്ടിൽ കൂടെ മാത്രം കിട്ടുന്ന ഒരു ഡാമേജും സുപ്രീം കോടതി ഇഷ്യൂ ചെയ്യില്ല. തെറ്റാണോ അത്? ശരിയല്ലേ? അപ്പൊ അത് ശരിയാണ്. അപ്പൊ അതിൽ തെറ്റില്ല. Third one, in the absence of adequate material, the court would not enter into a political arena which should be properly dealt with by the government. അതായത് ഒരു പ്രോപ്പർ റീസൺ ഇല്ലാതെ കോർട്ട് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഗവൺമെന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ കോടതിയുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കോടതി ഇൻവോൾവ് ചെയ്യില്ല. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ഓൾ ആർ കറക്റ്റ്, all are incorrect, all are correct. Option C 1 and 3 are correct. Option D 2 and 3 are correct. So നമുക്ക് ഓൾറെഡി അറിയാം all 3 options are correct. നമ്മൾ സുപ്രീം കോർട്ടിന്റെ ആർട്ടിക്കിൾ 32 എടുത്ത് നോക്കുമ്പോൾ സുപ്രീം കോർട്ടിന്റെ പവറിൽ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണ്. സോ ബൈ ദിസ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഡിലോട്ട് വരികയാണ്. അപ്പൊ ഈ വന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നല്ലോണം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ ഇൻ ആ കമ്മിങ് അപ്പ് ക്ലാസ്സസ് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കി പ്രൊവിഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ പ്രിപ്പയർ വെൽ, ഓൾ ദി ബെസ്റ്റ്.